പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിന്നെയും പ്രാർത്ഥിക്കും. മഹിമയോടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തോലും ഭാഗേ ഞാൻ ആശ്രയിച്ചു കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഈ ഭൂതലവും സ്ഥാപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാമവരം നോക്കണമേ. സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവൻ ഉദിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ റൂഹായേ മൃതനാമേ
എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. എല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ എന്നെ വിധിക്കല്ലേ. നിന്റെ കരുണകളെ അനുഗമിക്കുകയും നിന്റെ ദയാധികങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ഉന്നത നിർഭനാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവഴകും മണവറൈന്തൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുളേണം. ഞാൻ വിളിക്കുന്ന പരിശോധിപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. നിന്നെ വിളിക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നവരല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. വിധിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു. വിധിയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ഞാൻ വിളിക്കുന്നു പരിശോധിപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ സ്നേഹിച്ച ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനെ, കരുണ കുറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. മരിച്ചവരെ നീ കരുണാപുറം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർത്തിക്കണമേ. മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കാലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായ കപടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ
യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ, എന്തിനു കരയുന്നു, വ്യാകുലമാനസനായെന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും?
എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമയനെ നീ അറിയുന്നു, പാപം വലുതാണതുപോലങ്ങേ. കൃപയും വലുതെന്നറിവൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും നൂനം. കരുണയമേ നല്ല പുറത്തു വലഭാഗേ ജീവിക്കുന്ന പരഭയം നീ നൽകണമെന്നനായുസ്സും ഉൾക്കൊണ്ടവരാം സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപാപുത്രൻ രൂപായി ഹൃദയനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. മഹനീയമായ ധന്യമായ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആകാശത്തിലും ഭൂമിയിലും ചിത്രഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഉന്നതനാഥരെല്ലാരും പിന്നെ വിളങ്ങും വദനമുടരാൻ വരമരുളേണം. വിജയപ്രഭയിൽ മണ്ഡലമെങ്കും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ.
ഈശ്വരാവിന്റെ വാഗ്ദാനത്തിലാകുന്നു. ദുനിയാവാകാതിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പകലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജഗനായകവുമായ ശബ്ദത്താൽ ആശ്രയിച്ച കർത്താവേ, ആശ്രിതമഹനീയമായ നീതിയുടെ ദിവസത്തിൽ ദാസനെ വിളിക്കുകയും നടത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനെ ഞങ്ങളുടെ തീരുമാനമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, കാലം ഉപേക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വത്തിന്റെയും നാഥനും ദൈവവുമായ ശിവായി ോടും ദേവദൂതന്മാരുടെ കമ്പനിയോടും കൂടെ വാനമേഖലയിൽ പ്രതിഷ്ഠാവുകയും സർക്കാരിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച രക്ഷയിലായി കപ്പലിൽ ഉയർത്തപ്പെടുകയും ദുഷ്ടങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ ദിവസത്തിൽ നിലനിർത്തപ്പെട്ടവർക്കായി ലോകാരംഭത്തിന്റെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സർക്കാരിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. നിന്റെ
സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. സമാധാനവും പ്രത്യാശയും എപ്പോഴും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാനവമായ മനുഷ്യരെ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനത്തെ ദുഷ്ടാനുഭവത്തെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. ആമേൻ. മനുഷ്യജീവിതം പൂക്കൊടിയാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വീഴുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് ആപത്തെ സൃഷ്ടിച്ചവനും ഞങ്ങളുടെ സന്താനങ്ങളെ ഉത്ഥാനം വിടയുന്നവയിരിക്കുന്നവരുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ജീവിതം പോലെ കടന്നു പോകുന്നു.
ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമകിലമണയ്ക്കുന്നു. ഭക്തിന് ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണ നവജീവൻ. വിശ്വാസനാകുമോ വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജന അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യന പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യനേവം സകലേശൻ നിതരാനൂതനമാക്കുന്നു. എന്റെ സഹോദരനെ മനസ്സിനെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർന്നെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെയും മനുഷ്യരെയും അവനോട് കൂടി ഉയർത്തുകയും നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മനുഷ്യർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന ആരാധനയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടി സ്വർഗത്തിൽ നിന്നും എഴുന്നള്ളി വരും. മിശിഹായ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും നമ്മുടെ കർത്താവായ ക്രിസ്തുവേ, കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ ക്രിസ്തുവേ, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയും. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ജീവന്റെ ദുർബലമായ തന്റെ പുത്രനെയും ജീവിതം പ്രകടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികരണമാകുവാനുള്ള അധികാരവും അവൻ കൊടുത്തിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ട് നല്ല കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. നമ്മുടെ കർത്താവായ ക്രിസ്തുവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രദേശിയും ശരണം പ്രധാനം ചെയ്ത വിശുദ്ധമായി വിധി ദിവസത്തിന്റെ മഹത്വ ഈ ആത്മാ
കർത്താവിനെ പ്രകാശിപ്പിക്കുകയും സ്വരാജ്യം അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ പാപങ്ങൾ പോകുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ശാസകരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വന്തമായി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവായി തറയ്ക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെടുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലെ പിതാവിനെ ബഹുമാനിക്കുന്നു. മനുഷ്യരെ ജീവിതത്തെ വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നുള്ള സത്യാത്മാവും ജീവനാവുമായ ഏകപരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നായുവും സാത്വികവുമായ സഭയെ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മാമോദീസായും ശരീരത്തിലേക്കും നിത്യായുസ്സിലേക്കും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ ജീവനകാലവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മരണം വരുമൊരു നാളോർക്കുന്നവർത്തിയായി കൂടെ പോരുന്നേ ജീവിത ചെയ്യണം സൽകൃത്യങ്ങൾ ചെയ്യുന്നേ അലസത കൂടാതെ. ദൈവം നിന്നെ പ്രവേശിപ്പിക്കുന്നു.
എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരേ, സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു. പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനും ഞാൻ മാപ്പേകുന്നു. പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ. ദൂത
ദൂതർ വിളിക്കും കാഹളനാദം, വിധി നാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ 5-ാം അധ്യായത്തിലെ 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ ഉദാശകൾ സ്വീകരിച്ച് മരിക്കുന്ന ഒരാളിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ തിരുസഭാ മാതാവ് വായിക്കാനായി നിശ്ചയിച്ചിരിക്കുന്ന ബൈബിൾ ഭാഗം. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അതാണ് തിരുവചനം. കത്തോലിക്ക സഭയിലും ഇതര ക്രൈസ്തവ സഭകളിലും ഹൈന്ദവ മതങ്ങളിലും മുസ്ലിം സമുദായത്തിലുമെല്ലാം അവർ വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണത്തിന് ശേഷവും മനുഷ്യന് ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. ലോകത്തിലുള്ള മനുഷ്യൻ്റെ ജീവിതം വളരെ ഹ്രസ്വമാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ഭൂമിയിലെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മാനദണ്ഡമനുസരിച്ചാണ് അവൻ്റെ അടുത്ത ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. എല്ലാവരുടെയും ഒന്നിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നിത്യജീവൻ സ്വായത്തമാക്കുക എന്നതാണ്. അതിന് സഭ നിർദ്ദേശിക്കുന്ന, ദൈവം പറയുന്ന ചെറിയ ഒരു പ്രാർത്ഥനാ മന്ത്രവും ചിന്താദീപവുമാണ് ദൈവവചനം കേൾക്കുക, ദൈവത്തെ അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ എഴുതപ്പെട്ട ലിഖിത രൂപത്തിലുള്ള വിശുദ്ധ ബൈബിൾ വായിക്കുകയും കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ആൾക്കാണ് നിത്യജീവൻ കരഗതമാകുന്നത്. വെളിപാട് പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിലും ഇതുതന്നെയാണ്. ദൈവവചനം വായിക്കുകയും കേൾക്കുകയും പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ചേട്ടൻ 65 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. ആകസ്മികമായി പെട്ടെന്നുള്ള ഒരു അപകടത്തോടു കൂടിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടം മരണത്തിൽ കലാശിക്കുക എന്ന് പറയുന്നത് ആ അപകടത്തിൻ്റെ തീവ്രത വലുതാണെന്ന് നമ്മൾ കണക്ക് കൂട്ടുകയാണ്. ദൈവം കുഞ്ഞുമോൻ ചേട്ടൻ ആയുസ് കൊടുത്തിരുന്നത് 65 വർഷം വരെയാണ്. മെയ് മാസം ലാസ്റ്റാണ് അദ്ദേഹത്തിന് 65 വയസ്സ് തികഞ്ഞ് പിറന്നാൾ ആഘോഷിച്ചത്. എനിക്ക് ഈ കുഞ്ഞുമോൻ ചേട്ടനെ പറ്റിയൊന്നും ഒന്നും അറിയില്ല. മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെയായിട്ട് സംസാരിക്കാനിടയായി തീർന്നത്. കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസാമ്മയുമായിട്ട് കുർബാന കഴിഞ്ഞപ്പം
പരിചയപ്പെടാനായിട്ടിടയായി തീർന്നു. മുക്കൂട്ടതറ പള്ളിയിലെ വികാരിയച്ഛൻ ഇവിടെ വന്ന് കുഞ്ഞുമോൻ ചേട്ടന് വേണ്ടി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ മുറി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ, അവിടെ പള്ളിപണി നടക്കുകയാണ്, അതിൻ്റെ നിർമ്മാണ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അച്ഛൻ ഈ ആൾ മരിച്ചുവെന്നറിഞ്ഞിവിടെ വന്നത്. അതിന് വരാനായി അച്ഛനെ പ്രേരിപ്പിച്ചത് മുക്കൂട്ടുതറയിൽ ഇപ്പോൾ ഉള്ള പള്ളി, ഇവരാദ്യം താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ആയിരുന്നുവെന്നാണ് കേട്ടത്. അപ്പോൾ ആ പള്ളി പണിയുന്നതിന് അരയും തലയും മുറുക്കി മുൻപന്തിയിൽ നിന്ന ഒരു ചെറുപ്പക്കാരനാണ് കുഞ്ഞുമോൻ ചേട്ടൻ. തങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ദൈവാലയം ഉണ്ടാകാൻ വേണ്ടി പണിയെടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ സഭയോടുള്ള കൂറും വിശ്വാസവും സഭാത്മക ജീവിതവും ഒക്കെ അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് സഭയുടെ വളർച്ചയ്ക്കും, അവിടുത്തെ പള്ളി വളരെ ചെറുതാണ്, അതുകൊണ്ട് ഇപ്പം വളരെ ഗംഭീരമായൊരു പള്ളി പണിയുകയാണ്. ആ പള്ളി ചെറുതെങ്കിലും അന്ന് സ്ഥലമൊക്കെ വളരെ കുറവായിരുന്നു, അവിടെ സ്ഥലം കിട്ടാൻ പാടായിരുന്നു. അന്ന് അവിടെ ഒരു പ്രാദേശികമായി ഒരു ഇടവക ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ ഒരു ചെറിയ പള്ളി ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം വളരെയേറെ ശ്രമിക്കുകയും ആ പള്ളിയുടെ പണിക്ക് വേണ്ടി അക്ഷീണമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തയാളാണ്. കുഞ്ഞുമോൻ ചേട്ടൻ്റെ 2 സഹോദരിമാരുള്ളൊരു പള്ളിയിൽ ഞാൻ 3-4 വർഷം വികാരിയായിരുന്നതാണ്, പഴയ ഉരുട്ടിയിൽ. അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാരെ അവിടെയാണ് വിവാഹം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അവരുടെ വിശ്വാസ ജീവിതം, അവർ പള്ളിയിൽ വരുന്നതും കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും അവരുടെ സഭാത്മക ജീവിതമൊക്കെ വളരെ എടുത്തു പറയാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് കുഞ്ഞുമോൻ ചേട്ടൻ്റെ മാതാപിതാക്കൾ കൊടുത്ത ആ സഭാത്മക ജീവിത ശൈലി, അത് മക്കൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് യാതൊരു സങ്കോചവും ഇല്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സഭാത്മക ജീവിതം എന്ന് പറയുമ്പം എഴുതപ്പെട്ട ലിഖിത രൂപത്തിലുള്ള വിശുദ്ധ ബൈബിള് ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാക്കി മാറ്റുക, എഴുതപ്പെടാതെ സഭ നൂറ്റാണ്ടുകാലമായിട്ട് ആദരിച്ചു പോകുന്ന സഭയുടെ ആരാധനാക്രമം, സഭയുടെ നടപടിക്രമം, സഭയുടെ പാരമ്പര്യം, അതും ദൈവനിവേശിതമാണ്. അതും ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാഗമാക്കി മാറ്റുക. കൗദാശിക ജീവിതത്തോട് ആഭിമുഖ്യം ഉണ്ടാകുക മൂന്നാമത്തെ സഭാത്മക ജീവിതം നയിക്കുന്ന ആളിൻ്റെ ഒരു പ്രത്യേകതയാണ്. 4 പരിശുദ്ധ മാതാവിനോടും വിശുദ്ധരോടും വണക്കമുണ്ടാകുക. 5 സഭാധികാരികളോട് വിധേയത്വമുണ്ടാകുക. ഇങ്ങനെ ഈ 5 സ്വഭാവ സവിശേഷതകളുള്ള ഒരാളിനെയാണ് നമ്മൾ സഭാത്മക ജീവിതം നയിക്കുന്ന ആള് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത്. ഈ സഭാത്മക ജീവിതം നയിക്കുന്ന കാര്യത്തിൽ ഈ കുഞ്ഞുമോൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രീതിയായിട്ടാണ് നമ്മൾക്കിടെ അനുഭവത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസാമ്മ, മൂത്ത മകള് ലിജി, രണ്ടാമത്തെ മകള് ലീന, മകൻ ലിജോ, ഇവരെല്ലാം, അതുപോലെ തന്നെ അവരുടെ മരുമക്കൾ സഞ്ജയ്, തോമസ്, റോമി, ഈ ഇടവക കൂട്ടായ്മയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അവർക്കെല്ലാവർക്കും അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കുഞ്ഞുമോൻ ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് ഭാര്യയ്ക്കും മക്കൾക്കും അയൽവാസികൾക്കും ഇടവക സമൂഹത്തിനും ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒക്കെ ഒത്തിരിയേറെ നന്മകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും. എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ അവരുടെ മനസ്സിൽ ഇപ്പോൾ അവർ അയവിറക്കുന്നുണ്ടാവും. മരിച്ചതിന് ശേഷം നമുക്ക് ഈ ആൾ നമ്മളിൽ നിന്ന് കടന്നുപോയി എങ്കിലും മരിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്നത് ഓർക്കുമ്പോഴൊക്കെ ഈ ആളിൻ്റെ ആത്മാവിനെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് കുഞ്ഞുമോൻ ചേട്ടന് വേണ്ടി ഇനി ചെയ്യാവുന്നത് ഓർക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച്, ജീവിച്ചിരുന്ന കാലത്ത് എന്തേലും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ
അതെല്ലാം ക്ഷമിച്ച് പൊറുത്ത് മറന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാക്കളും പുണ്യാത്മാക്കളും മാലാഖമാരും പള്ളി കൊള്ളുന്ന ആ സ്വർഗീയ ഓർസലേമിൽ കുഞ്ഞുമോൻ ചേട്ടൻ്റെ ആത്മാവിനെയും പ്രവേശിപ്പിക്കണമേ. അവിടെ വിശുദ്ധാത്മാക്കളോടൊപ്പം ദൈവസ്തുതി മന്ത്രങ്ങൾ ഉരുവിട്ട് ദൈവത്തെ പാടിപ്പൊഴുത്തുവാനായിട്ട് സാധിക്കണം എന്നതാണ് നമ്മുടെ തുടർന്നുള്ള മരിച്ചതിന് ശേഷമുള്ള ആളിനെ ഓർക്കുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു നന്മയും ഒരു പുണ്യപ്രവൃത്തി. ഇക്കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഞായറാഴ്ച അപകടം ഉണ്ടാകുമെന്നും മരിക്കുമെന്നും ഒന്നും നമ്മൾ ആരും വിചാരിച്ചിരുന്നതല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഏത് സമയത്ത് വേണേലും നമുക്ക് മരിക്കാം. അത് അപകടത്തിലൂടെയാകാം, രോഗങ്ങളിലൂടെയാകാം. ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പിന്നെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം തല കറങ്ങി വീണ് മരിച്ചുപോയി, ബസ്സിൽ യാത്ര ചെയ്തപ്പം കുഴഞ്ഞു വീണ് മരിച്ചു. ഈ മരണം എന്ന് പറയുന്നത് ഏത് നിമിഷത്തിൽ വേണമെങ്കിലും വരാം. വയനാട്ടിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചത് തലേ ദിവസം രാത്രിയിൽ അത്താഴം കഴിക്കുമ്പോൾ നേരം വെളുക്കുമ്പം നമ്മൾ ഈ രംഗത്ത് കാണില്ല, ഈ നാട്ടിൽ കാണില്ല എന്ന് പറഞ്ഞല്ല അവർ അത്താഴം കഴിച്ചത്. ഏത് രീതിയിലൂടെയും ഏത് തരത്തിലും മരണം നമ്മെ കടന്നാക്രമിക്കാം. കാരണം ഈ വാക്സിൻ എല്ലാം എടുത്തു കഴിഞ്ഞ് കോവിഡിൻ്റെ വൈറസുകളെല്ലാം ഇപ്പോഴും നമ്മുടെ ശരീരങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് കയറി പ്രവർത്തനം കൂടുതലാക്കുകയും നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുകയും ചെയ്യും. അത്രയ്ക്കും ഒരു മഹാമാരിയാണ് അന്ന് ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരുന്ന മഹാമാരി. അതുകൊണ്ട് എപ്പം വേണേലും നമുക്ക് മരണത്തിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല, എനിക്കിനി കുറേ കാലങ്ങളും കൂടെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ എന്നെ മരണം കടന്നാക്രമിക്കൂ എന്നൊന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറേ കൂടെയൊക്കെ കഴിഞ്ഞിട്ട് മരണത്തിന് ഒരുങ്ങി നല്ലൊരു മരണത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കാം എന്നും ആർക്കും വിചാരിക്കാൻ പറ്റില്ല. ഏത് സമയത്തും മരണം നമ്മെ മാടി വിളിക്കാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ഈ ക്ഷണത്തിൽ ഞാൻ മരിച്ചാലും എനിക്ക് ദൈവസന്നിധിയിൽ എത്താനുള്ള ഒരു മനോഭാവം, ഒരു മനസ്ഥിതി എനിക്കുണ്ടാവണം. ആ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഒന്നു ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ചേട്ടന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്ന എല്ലാവരോടൊപ്പം ചേർന്ന് നമുക്ക് അറിയാനും കേൾക്കാനും ഒത്തിരിയേറെ പേര് വീട്ടിൽ വന്നു. അക്രൈസ്തവരായിട്ടുള്ളവർ പള്ളിയിൽ വളരെയേറെ പേര് വന്ന് കടന്നുപോയി. അപ്പോൾ പെട്ടെന്നാണ് മരിച്ചതെന്ന് വരികിലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടവരും സ്നേഹിതരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഏറെ പേരുണ്ടായിരുന്നുവെന്നുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന കുറേ നന്മകളും ഗുണങ്ങളും ഒക്കെ അവരനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു നോക്ക് കാണാനും സന്നിധിയിൽ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവരെ പ്രേരിപ്പിച്ചത്. നമുക്കും ഈ നന്മകളൊക്കെ മനസ്സിലോർത്തുകൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം സംബന്ധിച്ച് നമുക്ക് കുഞ്ഞുമോൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ വന്ന് OPC-ലിയ മുക്കൂട്ടുതറയിലെ അച്ഛനുണ്ട്, നേരത്തെ ഇവിടെ വികാരിയായിട്ടിരുന്ന നല്ലൂരച്ഛനുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ, ഇടവകയുടെ മൊത്തം പേരിൽ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ പേരിൽ ബന്ധുമിത്രാദികളെ അനുശോചനം അറിയിക്കുകയാണ്. മക്കളെയും ഭാര്യയും ഒക്കെ നമുക്ക് ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. സന്തോഷിച്ചു അണയുന്നീശോ മൃതരാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർപ്പിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും, മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറ പോൽ നാഥനയക്കുന്നു. ദുഷ്ടനും ഇളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. കത്തേരിൽ നാഥനെഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു കനകപ്രഭയിൽ
കബറിടമൊളി ചിഹ്നം അതിലുള്ളവരോ നാഥനു പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോട് കൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഏർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒന്നിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മണ്ണിനേക്കാൾ വെണ്മയുള്ളവനാകും. സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. സോപ്പ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മടങ്ങുമെന്നുള്ള ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
മായ്ക്കണമേ നികൃപയാലേ മാമോദിസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയിൽ ജീവനൊലിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടനാഥാനി തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാലപുത്രൻ റൂഹായേ ഹൃദയാമിന്നിൽ കൈയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം ഉയർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് വറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യന് ഭാഗ്യം. വരിക നിനക്കായി ആദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുഷ്യന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യന് ഭാഗ്യം. എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മനുഷ്യരെ അർപ്പിക്കണമേ. നിന്റെ നാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മനുഷ്യരെ അർപ്പിക്കണമേ. നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ സമർപ്പിച്ച കർത്താവേ,
ആ ശബ്ദമകരീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ ഓർക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സമാപന പ്രാർത്ഥന മൃതശരീരം കുഴിയിൽ വച്ചതിന് ശേഷമായിരിക്കും. ഈ സമയത്ത് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ
ദാസരോടായി 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 അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു
സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്നു നിങ്ങൾ എൻ്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശുനാഥൻ വീതിക്കാനായി അണയും നേരം കാഹളധ്വനി കേട്ടു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശുനാഥൻ വീതിക്കാനായി അണയും നേരം കാഹളധ്വനി കേട്ടു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആത്മനാഥനേശുവിൻ്റെ മധുരനാദം ശ്രവിക്കുവാൻ ആശയോടെ തിരുമുൻപിൽ അണഞ്ഞിടും ഞാൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വാത്സല്യത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടു പോയ മിശിഹായുടെ മഹോദയ ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എൻ്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ദുഃഖമെല്ലാം അകറ്റി നിങ്ങൾ ശാന്തി നേടുവിൻ. ആത്മാവിൻ വരങ്ങളാലെ ശക്തരാ